നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് തുടക്കം മുതൽ ചില ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. ആ സംശയം ബലപ്പെടുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പെരിന്തൽമണ്ണ സ്വർണ്ണക്കവർച്ചാ കേസിൽ ബാലഭാസ്കറിന്റെ മുൻ ഡ്രൈവർ അർജുൻ അറസ്റ്റിലായതോടെ 6 വർഷത്തിനിപ്പുറം ബാലഭാസ്കറിന്റെ മരണം വീണ്ടും ചർച്ചയാവുന്നു. മരണത്തിൽ സ്വർണ്ണക്കടത്ത് ലോബിക്ക് ബന്ധമുണ്ടോ? ഈ വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് ലോബിക്ക് ബന്ധമുണ്ടെന്ന് അച്ഛൻ KC ഉണ്ണി പറയുന്നു. നിയമ പോരാട്ടത്തിൽ ഇതുവരെയും നീതി ലഭിച്ചില്ലെന്നും സ്വർണ്ണക്കടത്ത് സംഘത്തെ രക്ഷിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെയും CBIയുടെയും ശ്രമമെന്നും പിതാവ് കുറ്റപ്പെടുത്തി. അതവനെ കൊന്നതാണെന്നുള്ളത് തന്നെ എനിക്ക് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. CBI അന്വേഷിച്ചിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർക്ക്. ഇല്ല, അത് നമ്മൾ മറ്റേ അപേക്ഷയൊക്കെ കൊടുത്ത് CBI വന്ന് അവർ ചോദ്യം ചെയ്തു എന്ന് പറയണു. അറിഞ്ഞൂടാ, റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കിയാൽ അറിയാവും എങ്ങനെയാണെന്ന്. ആദ്യത്തെ റിപ്പോർട്ടിലൊന്നും കിട്ടിയില്ല എന്നാണ് പറയണേ. രണ്ടാമത്തെ റിപ്പോർട്ടും കൊടുത്തു, അതിനകത്തും പുതിയതായിട്ടൊന്നും ഇല്ലെന്നാണ് പറയണേട്ടെ. അല്ല, അടുത്താന്ന് പറഞ്ഞാൽ അവൻ അവരുടെ കൂടെ ഡ്രൈവറായിട്ട് നടന്നിരുന്നതല്ലേ. ധാരണയിൽ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ ഡ്രൈവർമാരാണല്ലോ. അത് മാത്രമല്ല, അവൻ നേരത്തെ 1-2 കേസിൽ, ക്രിമിനൽ കേസിൽ പുള്ളിയാണ്. ഒരു ATM കവർച്ചയുടെ കേസ്, ഒരു ഭവനവേദന കേസ്, ഇങ്ങനെ 2-3 കേസുകളൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ പേരിൽ. ഈ കള്ളക്കടത്ത് മാഫിയ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ സംഘമാണ്. അവരെ സംരക്ഷിക്കാനല്ല അവനെന്തിനാ വഴങ്ങിയെന്ന് തന്നെ വേണം പറയാൻ. അപേക്ഷയൊക്കെ കൊടുത്ത് CBI വന്ന് അവർ ചോദ്യം ചെയ്തു എന്ന് പറയണു. അറിഞ്ഞൂടാ, റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കിയാൽ അറിയാവും എങ്ങനെയാണെന്ന്. ആദ്യത്തെ റിപ്പോർട്ടിലൊന്നും കിട്ടിയില്ല എന്നാണ് പറയണേ. രണ്ടാമത്തെ റിപ്പോർട്ടും കൊടുത്തു, അതിനകത്തും പുതിയതായിട്ടൊന്നും ഇല്ലെന്നാണ് പറയണേട്ടെ. ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുമായി കുടുംബത്തിന് ഒരു ബന്ധവും ഇപ്പോൾ ഇല്ല. ഫോണിൽ വിളിച്ചാൽ പോലും അവർ പ്രതികരിക്കാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മളോട് എതിർപ്പ് വരേണ്ട കാര്യമില്ല അവർക്ക്, പക്ഷെ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ ടേംസ് മോശമൊന്നുമില്ല, വേറെ സംസാരമോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇൻഷുറൻസ് കമ്പനിക്കാരൻ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ അവർക്ക് കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു, നമുക്കെന്താ ഒബ്ജക്ഷൻ, നിങ്ങൾ നിയമം അനുസരിച്ച് ചെയ്തു, അവർക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുക്കണം, നമുക്ക് കിട്ടിക്കോട്ടെ, നമുക്കതിൽ എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എത്ര രൂപ കിട്ടി? ഒരു പോളിസി തന്നെ 1,12,00,000 രൂപയെ, ഇത് 22 ലക്ഷം രൂപ മറ്റോ ഒരൊറ്റ പോളിസിയിൽ കിട്ടി. പിന്നെ ഇരട്ടി പൈസയാണല്ലോ ആക്സിഡന്റിന്. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഈ പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ചാ കേസിൽ 13 പേർ പോലീസിന്റെ പിടിയിലായിരുന്നു. ഇതിലാണ് ബാലഭാസ്കറിന്റെ മുൻ ഡ്രൈവർ അർജുനും അറസ്റ്റിലായത്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റിലായത്. ഇതോടെ 6 വർഷം മുൻപ് നടന്ന ബാലഭാസ്കറിന്റെ ദുരൂഹമരണം വീണ്ടും ചർച്ചയാവുന്നുണ്ട്. അതിൽ തുടക്കം മുതൽ കുടുംബം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആരോപണം സ്വർണ്ണക്കടത്ത് ലോബിക്ക് ബാലഭാസ്കറിന്റെ മരണത്തിൽ പങ്കുണ്ട്, അതിൽ ബന്ധമുണ്ട് എന്ന ആരോപണങ്ങൾ തുടക്കം മുതൽ ഉന്നയിച്ചതാണ്. പക്ഷെ പോലീസ്, ക്രൈംബ്രാഞ്ച്, CBI ഒക്കെ അന്വേഷിച്ചിട്ടും അത്തരമൊരു ദുരൂഹതയില്ല എന്നും സ്വാഭാവിക അപകട മരണമെന്നുമായിരുന്നല്ലോ കണ്ടെത്തൽ. ഇപ്പോൾ അർജുൻ ഈ കേസിൽ, സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായതോടെ ഈ കേസിൽ ഇനി ഈ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഏതെങ്കിലും രീതിയിലുള്ള ഈ സ്വർണ്ണ കടത്ത് സംഘത്തിലേക്ക് എത്താവുന്ന രീതിയിലുള്ള എന്തെങ്കിലും തുമ്പ് ലഭിക്കാൻ സാധ്യതയുണ്ടോ? ടോം, 2018 സെപ്റ്റംബർ 25-ാം തീയതിയാണ് ബാലഭാസ്കറും മകളും തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിൽ പള്ളിപ്പുറത്ത് വെച്ച് വാഹനാപകടത്തിൽ മരണപ്പെടുന്നത്. അന്ന് മുതൽ തന്നെ ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട ചില അസ്വാഭാവികതകളുണ്ട്, ചില ദുരൂഹതകളുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ബാലഭാസ്കറിൻ്റെ അച്ഛനടക്കം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അതേ തുടർന്ന് ആദ്യം ഈ കേസിൽ പോലീസ് അന്വേഷണം നടത്തുന്നു, പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നു. അതിൽ വിശ്വാസമില്ല എന്ന കുടുംബം മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയതിന് പിന്നാലെ മുഖ്യമന്ത്രി തന്നെ ഈ അന്വേഷണം CBIക്ക് കൈമാറാൻ ഉത്തരവിടുന്നു. അങ്ങനെ CBI ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം നടത്തി CBI കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. പക്ഷേ ഈ 3 തലങ്ങളിൽ നടന്ന അന്വേഷണത്തിലും എത്തിയത് ഒരേ നിഗമനത്തിലേക്കായിരുന്നു. അത് അർജുൻ അശ്രദ്ധമായും അലക്ഷ്യമായുമാണ് വാഹനം ഓടിച്ചത്. അത് അമിത വേഗതയിലായിരുന്നു ഈ വാഹനം സഞ്ചരിച്ചിരുന്നത് എന്നതാണ്. അതിനപ്പുറത്തേക്ക് അതിന് പിന്നിൽ മറ്റ് ദുരൂഹതകൾ എന്തെങ്കിലും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു തെളിവുകളും പോലീസിൻ്റെയോ ക്രൈംബ്രാഞ്ചിൻ്റെയോ അല്ലെങ്കിൽ CBIയുടെ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിലൊന്നും കണ്ടെത്തിയില്ല. ഇങ്ങനെയൊരു റിപ്പോർട്ട് CBI കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെയാണ്
ഈ ബാലഭാസ്കറിൻ്റെ പിതാവ് KC ഉണ്ണി അതിനെതിരെ ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്നത്. അതിൽ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടാകുന്നു. അവിടെ കോടതിയുടെ മുമ്പിൽ രണ്ട് പ്രധാനപ്പെട്ട സംശയങ്ങൾ വരുന്നു. അതിലൊന്ന്, എന്തിനാണ് ഈ അർജുൻ വാഹനം ഓടിച്ചത് അർജുനായിരുന്നിട്ടും അത് ബാലഭാസ്കർ ആണ് എന്ന് മൊഴി മാറ്റി പറഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വാഹനത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്, അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് അല്ലെങ്കിൽ അത് പിന്നീട് മരണം സംഭവിക്കുന്ന തരത്തിലേക്ക് മാറിയത് ബാലഭാസ്കറും മകളും മാത്രമാണ്. അർജുന് അങ്ങനെ സാരമായി പരിക്കേറ്റിരുന്നില്ല. ഇങ്ങനെ രണ്ട് സംശയങ്ങൾ കോടതിയുടെ മുമ്പിലേക്ക് വരുന്നു. അതിലെ അവ്യക്തതകൾ നീക്കണം, അതിൽ വിശദമായ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിടുന്നു. ആ കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ CBI ഈ കേസിൽ വീണ്ടും പുനരന്വേഷണം നടത്തുന്നു. ആ പുനരന്വേഷണത്തിലും യാതൊരു തരത്തിലും ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് CBI സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉള്ളത് എന്ന സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിനിടയിലാണ് പെരിന്തൽമണ്ണയിൽ സ്വർണ്ണ വ്യാപാരികളുടെ പക്കൽ നിന്ന് 3.5 കിലോ സ്വർണം തട്ടിയെടുത്ത 13-അംഗ സംഘത്തിൽ ബാലഭാസ്കറിന്റെ മുൻ ഡ്രൈവർ കൂടിയായ അർജുനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ തന്നെ പെരിന്തൽമണ്ണ DYSP അടക്കം ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ സംഘത്തിന് ഈ ബാലഭാസ്കർ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട ആ അപകടത്തിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല, അത്തരത്തിൽ അതിനെ തമ്മിൽ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്നാണ്. പക്ഷേ ഈ അർജുൻ്റെ പശ്ചാത്തലവും അർജുനുമായി ബന്ധപ്പെട്ട പിന്നീടുണ്ടായ ആരോപണങ്ങളും ഇപ്പോൾ ഈ പിതാവ് മുമ്പോട്ട് വെക്കുന്ന ആരോപണങ്ങളുമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ചില കോയിൻസിഡൻസ് ഉണ്ട്. ആ കോയിൻസിഡൻസാണ് ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതകൾ ഉണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അവിടെ CBIയുടെ അന്വേഷണത്തിൽ ഇപ്പോൾ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് CBI സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരാമർശങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ്സ്, അർജുനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന അലിഗേഷൻസ്, ആരോപണങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ നിയമവഴിയെ CBI ഉദ്യോഗസ്ഥരെ അറിയിക്കും എന്നാണ് ബാലഭാസ്കറിന്റെ പിതാവ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ കൂടുതലായിട്ട് എന്തെങ്കിലും കണ്ടെത്താനുള്ള സാധ്യത ഇനി എത്രത്തോളമാണ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുണ്ട്. അവിടെയാണ് ഈ കുടുംബം വർഷങ്ങളായി ആവർത്തിക്കുന്ന ആരോപണങ്ങളുടെ ആക്കം കൂടുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചതുപോലെ ഈ പിതാവ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നതിന് കാരണമുണ്ട്. കാരണം അർജുൻ അന്ന് മൊഴി താനല്ല വാഹനം ഓടിച്ചതെന്ന് മൊഴി മാറ്റി പറയുന്നു. അതിനുശേഷം നിരവധി ക്രിമിനൽ കേസുകളിൽ അർജുൻ ഉൾപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഏറ്റവും ഒടുവിൽ പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ കവർച്ചാ കേസിൽ അതിൽ ഈ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സഹായം ഒരുക്കിയതും ഈ സ്വർണ്ണ കവർച്ചയിൽ ഗൂഢാലോചന നടത്തിയതിലും അർജുന് പങ്കുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ CBIയെ സംബന്ധിച്ച് ഇത് വർഷങ്ങൾക്ക് ശേഷമാണ് CBIയുടെ കൈവശം ഈ കേസിൻ്റെ അന്വേഷണം CBI ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യം തന്നെയായിരുന്നു. പഴയ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കേസായതുകൊണ്ട്, 6 വർഷം മുൻപ് നടന്ന കേസായതുകൊണ്ട് ഏത് രീതിയിൽ ഈ കേസിലേക്ക് ഈ സ്വർണ്ണ കവർച്ചാ കേസ് സംഘത്തിന് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിന് ഇതിൽ പങ്കുണ്ടെങ്കിൽ CBIക്ക് അത് എങ്ങനെ എത്താൻ കഴിയും, അതിലേക്ക് എത്താൻ കഴിയും? ഈ അർജുൻ പലതവണ മൊഴി മാറ്റി പറയുന്നതടക്കം ഈ കേസിൽ വലിയൊരു വെല്ലുവിളിയല്ലേ? അങ്ങനെയെങ്കിൽ അർജുനെ വീണ്ടും ചോദ്യം ചെയ്യുക, ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ അങ്ങനെ ബന്ധമുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ അവരിലേക്ക് അന്വേഷണം നീങ്ങുക, അത് എത്രത്തോളം പ്രായോഗികമാണ് ഈ കേസിൽ ഡാൻ? ഉയർന്നു വന്ന ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് അത് വസ്തുനിഷ്ഠമായി തെളിയിക്കുന്നതിന് ഉപോത്ബലമാകുന്ന ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് കൃത്യമായി 3 തലങ്ങളിൽ നടത്തിയ അന്വേഷണത്തിലും ഈ ദുരൂഹത ഉണർത്തുന്ന തരത്തിലേക്ക് അന്വേഷണം എത്തിക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കപ്പെടുന്നത്. പിന്നെ ഈ പ്രധാനമായി ഈ അപകടം നടന്ന സമയത്ത് ഈ വാഹനത്തിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തു മാറ്റുന്നത് കണ്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളുമായി നേരത്തെ ചില ആളുകൾ രംഗത്ത് വന്നു. അവരുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നു. പക്ഷേ അതൊന്നും തെളിയിക്കാൻ പറ്റുന്ന ഒന്നും പിന്നീട് ഉണ്ടായിട്ടുമില്ല. അന്വേഷണം ഇനി അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ തരത്തിൽ തന്നെ നടത്തിയാലും നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി തെളിവുകൾ കണ്ടെത്തുക എന്നതാണ്. ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് ഇത് തെളിയിക്കാൻ കഴിയുന്ന ശാസ്ത്രീയമായിട്ടുള്ള എവിഡൻസ് അത് എവിടെ നിന്ന് ലഭിക്കും എന്നതായിരിക്കും അന്വേഷണ സംഘം നേരിടാൻ പോകുന്ന വെല്ലുവിളി. അതല്ല എങ്കിൽ അർജുനെ ആരെങ്കിലും അങ്ങനെ ഒരു ആയുധമായി ഉപയോഗിച്ചതാണോ? അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്?
അങ്ങനെ ഒരു അപകടം സൃഷ്ടിച്ചതിലൂടെ ആ കാരണക്കാർക്കുണ്ടായ നേട്ടം എന്താണ്? ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം വേണ്ടിവരും. എന്തായാലും അർജുനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് ATM തട്ടിപ്പുമായി ബന്ധപ്പെട്ടും ഭവനഭേദനവുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ തന്നെ ചില ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്ന് പിന്നീട് മനസ്സിലാക്കിയെന്നും KC ഉണ്ണി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മി ഇതുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിൽ അല്ലെങ്കിൽ ഈ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങളോട് ലക്ഷ്മിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നിലവിൽ തുടരന്വേഷണ റിപ്പോർട്ടിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഇത് അപകടമരണം തന്നെയാണ് എന്ന നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഡാൻ, നിലവിൽ ഈ പെരിന്തൽമണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് അർജുൻ അറസ്റ്റിലായിട്ടുണ്ട്. സ്വാഭാവികമായും നിലവിൽ പോലീസിൻ്റെ അല്ലെങ്കിൽ റിമാൻഡിലുള്ള ഈ പ്രതിയെ ഈ ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം CBIയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ്, പെരിന്തൽമണ്ണ കവർച്ചാ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഈ ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ കടത്ത് സ്വർണ്ണക്കടത്ത് സംഘത്തിന് അല്ലെങ്കിൽ സ്വർണ്ണ കവർച്ചാ സംഘത്തിന് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? അതിൽ CBI ഉദ്യോഗസ്ഥരാണ് വ്യക്തത വരുത്തേണ്ടത്. അവർ ഔദ്യോഗികമായി അങ്ങനത്തെ പ്രതികരണങ്ങളൊന്നും മാധ്യമങ്ങളോട് നടത്താറില്ല. സ്വാഭാവികമായി കോടതിയിൽ നിന്നാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ പിന്നീട് ലഭിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, CBI തന്നെ ആദ്യം ഒരു ഘട്ടത്തിലും രണ്ടാമത് കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് വീണ്ടും അന്വേഷണം നടത്തുന്ന പശ്ചാത്തലമുണ്ട്. അന്ന് കണ്ടെത്താൻ കഴിയാത്ത ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വീണ്ടും അർജുനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നത് അത് കൃത്യമായി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. കാരണം ഈ തുടരന്വേഷണ റിപ്പോർട്ട് ഇതിനോടകം തന്നെ CBI കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അവിടെ കോടതി ഇതിൽ വാദം കേട്ടതിന് ശേഷം ആ റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷമായിരിക്കും കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കുക. അപ്പോൾ ഇതിനോടകം CBI സംഘം തന്നെ 2 തവണ അന്വേഷണ സംഭവത്തിൽ അങ്ങനെ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് CBIക്ക് സംഭവിച്ച ഗുരുതരമായ വീഴ്ചയായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിനോടകം തന്നെ അർജുൻ ഉൾപ്പെടെയുള്ളവരെ വിശദമായി മൊഴിയെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്താനായി മണിക്കൂറുകൾ ചോദ്യം ചെയ്യുകയും ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചോദ്യം ചെയ്തിട്ടും അസ്വാഭാവികമായി ഒന്നുമില്ല എന്നാണ് ഈ 2 റിപ്പോർട്ടുകളിലും ഉള്ള പരാമർശം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയാണ് ഇപ്പോൾ അർജുനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് കുടുംബം നിയമവഴികളിലൂടെ വീണ്ടും കോടതിയെ സമീപിക്കുമ്പോൾ CBIയുടെ ഭാഗത്തു നിന്ന് എന്ത് നിലപാടായിരിക്കും ഈ വിഷയത്തിൽ എടുക്കുക എന്ന കാര്യമാണ് ശ്രദ്ധേയം. അവിടെ ഇതൊരു അപകടമരണം തന്നെയാണ്, അതിനപ്പുറത്തേക്ക് മറിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വാദം CBI വീണ്ടും കോടതിയിൽ ആവർത്തിക്കുന്ന പശ്ചാത്തലമാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്ത് തുടർ നീക്കമായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നതാണ് ഇനി കാത്തിരുന്നറിയാനുള്ളത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് ശൃംഖലയിലേക്കും അന്വേഷണം നീങ്ങണം, ആ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ് ബാലഭാസ്കറിൻ്റെ അച്ഛൻ ആരോപിക്കുന്നത്. ഹേമ കമ്മിറ്റിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനുമെതിരെ നടി മാലാ പാർവതി. കമ്മിറ്റിക്ക് നൽകിയ മൊഴിയിൽ കേസെടുത്ത് അന്വേഷിക്കുന്നതിനെതിരെ നടി സുപ്രീം കോടതിയെ സമീപിച്ചു. ഹേമ കമ്മിറ്റി വിശ്വാസവഞ്ചന കാട്ടിയെന്ന് മാലാ പാർവതി പറഞ്ഞു. താൻ നൽകിയ പരാതിയിൽ കേസെടുക്കരുതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കില്ലെന്നാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതിന് വിരുദ്ധമായാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് തൻ്റെ പരാതിയിൽ നടപടി വേണ്ടെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടതെന്നും മാലാ പാർവതി വ്യക്തമാക്കി. വലിയൊരു ധർമ്മസങ്കടം സംഭവിച്ചുകൊണ്ടാണ് ഹേമ കമ്മിറ്റിയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമാ മേഖലയിൽ സുരക്ഷിതമല്ലാത്ത അല്ലെങ്കിൽ ആശാസ്യമല്ലാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നുള്ള നടി ആക്രമിക്കപ്പെട്ടപ്പോൾ മുതലുണ്ടായ ഒരു സ്ത്രീകളുടെ ഒരു റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടുണ്ടായ കമ്മിറ്റിയാണ്. അപ്പോൾ അവിടെ നമ്മളെ വിളിച്ച് നമ്മുടെ അനുഭവങ്ങളൊക്കെ ചോദിച്ചപ്പോൾ സത്യസന്ധമായി നമുക്കറിയാവുന്നതും നമുക്ക് അനുഭവിച്ചതുമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതൊരു പരാതിയായിരുന്നില്ല, അതൊരു കേസ് കൊടുക്കലായിരുന്നില്ല, ഒന്നും ആയിരുന്നില്ല. നമ്മൾ അനുഭവം തുറന്നു പറയലായിരുന്നു. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിട്ട് നമുക്ക് നാളെ ഒരു നിയമമൊക്കെ ഉണ്ടാകും അതിനു വേണ്ടിയുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെയാണ് മൊഴി കൊടുത്തത്. അതിനുശേഷം
പിന്നീടുണ്ടായ ബഹളം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇഷ്യൂസൊക്കെ ആയിട്ട് ഹൈക്കോടതി ഇടപെട്ടു. ഇതെല്ലാം തന്നെ FIR ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ FIR ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ ഞാൻ SIT എന്നെ വിളിപ്പിച്ചപ്പോൾ ഞാൻ അവരോട് എന്ന് പറഞ്ഞു, എനിക്കിത് കേസായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. കാരണം ഇത് നമുക്കിതിനകത്ത് എന്താ വേണ്ടത്? നാളെ ഒരു സിനിമയിൽ ഒരു കോൺട്രാക്റ്റ് വയ്ക്കുമ്പോൾ അൺവാണ്ടഡ് ടച്ച് ഒഴിവാക്കണം ആക്ടേഴ്സ് എന്ന് വെച്ചാൽ എൻ്റെ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറും അല്ലെങ്കിൽ പ്രൊഡക്ഷനും ഒന്നും ബന്ധപ്പെട്ട ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് അല്ലായിരുന്നു. ഷോർട്ടിൽ വെച്ച് ഇടയ്ക്ക് വെച്ച് ഒരാൾ ഗ്രൂപ്പ് ചെയ്തൊരു ഇൻസിഡൻ്റാണ്. അപ്പോൾ അതുപോലെ ഹിയർസേ ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ 2 FIR ആണ് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇട്ടേക്കുന്നത്. രണ്ടും ഇന്ന് റെലവൻ്റ് അല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് കേസ് കൊടുക്കാനായിട്ട് താല്പര്യമില്ല എന്ന് അവരോട് ഞാൻ പറയുകയും വീഡിയോയിൽ പറയുകയും എഴുതി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ അറിയുന്നത് നമുക്ക് സിനിമയിൽ ഏറ്റവും സ്ത്രീകളുടെ വിഷയത്തിലൊക്കെ വളരെ പ്രോ ആയിട്ട് നിൽക്കുന്ന, നമുക്കൊരു റിയലായിട്ട് ഇഷ്യൂ വന്ന സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് സിനിമയിൽ. അങ്ങനെയുള്ളതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് അലക്സ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ അന്നായിരുന്നു. ഇന്ന് സിനിമയുടെ പ്രൊഡ്യൂസർ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെയൊക്കെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് മാനസിക സംഘർഷം ഉണ്ടാകുന്ന തരത്തിൽ ചോദ്യം ചെയ്തു. ക്രൈംബ്രാഞ്ചാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ ചോദ്യം ചെയ്തു. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ചാനലിൽ ജോലി ചെയ്യാൻ പോയി. ഇപ്പോൾ ഏഷ്യാനെറ്റ് ഞാൻ പണ്ട് ആങ്കറായിരുന്നു. നമുക്ക് ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ സുപ്രഭാതം പോലൊരു ഷോ ഒക്കെ തന്ന ശശികുമാർ സാറിനെ പോലെയുള്ള, സക്രൈ സാറിനെ പോലെയുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ വന്ന ഒരു ഗസ്റ്റ് നമ്മുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തുറന്നു പറയുകയാണ്. അപ്പോൾ ശശികുമാർ സാറേ, ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ട ഗതികേട് നമ്മൾ ഉണ്ടാക്കിയാൽ എന്താണ് അവസ്ഥ? അത് നമുക്ക് എത്രമാത്രം മാനസിക സംഘർഷം ഉണ്ടാക്കും. അതുപോലെയാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. അങ്ങനെ അവരെയൊക്കെ പെടുത്തിക്കൊണ്ടു അങ്ങനെ നിരപരാധികളായ ആൾക്കാരെ മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടോ നമുക്ക് നീതി കിട്ടുന്നില്ല. മനസ്സിലായോ? സമൂഹം അവരെ സംശയാസ്പദമായി നോക്കുന്ന തരത്തിൽ നിർത്തുമെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു നീതി വേണ്ട. അപ്പോൾ എനിക്ക് പരാതിയില്ലാത്ത ഇതുകൊണ്ട് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോട് ഞാൻ ഹർജി നൽകി. ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിൽ നിന്ന് ഹേമ കമ്മിറ്റി അത് മാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി ഇപ്പോൾ രംഗത്തില്ലല്ലോ. ഹേമ കമ്മിറ്റി നമ്മളോട് ഡീപ്പോസ് ചെയ്യാൻ വന്നവരോട് പറഞ്ഞ കാര്യം ഇതൊന്നുമല്ല. ഒരു കേസാക്കുമൊന്നും പറഞ്ഞിരുന്നില്ല. ഇതൊരു പഠനത്തിൻ്റെ ഭാഗമാണെന്ന്, നിയമം ഉണ്ടാവാനാണെന്നുമാണ് പറഞ്ഞത്. ജസ്റ്റിസ് ഹേമ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ ഇപ്പം നടക്കുന്നത്. ഈ അന്വേഷണ സംഘങ്ങൾ, അവര് പ്രത്യേക അന്വേഷണ സംഘം എപ്പോഴെങ്കിലും വിളിപ്പിക്കുകയോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ട്? അതെ, വിളിപ്പിച്ചപ്പോഴാണല്ലോ എനിക്ക് 2 FIR ആണ് ഇട്ടേക്കുന്നതെന്ന് അറിഞ്ഞത്. ഞാൻ അവരോട് എനിക്ക് കേസ് കൊടുക്കാൻ താല്പര്യമെന്ന് എഴുതി കൊടുത്തു. എൻ്റെ പേപ്പറും എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കടലാസ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എഴുതി കൊടുത്ത മൊഴിയുടെ പകർപ്പ് എൻ്റെ കയ്യിലുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം എന്തുകൊണ്ടാണ് അന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ലൈംഗിക ചൂഷണം മാത്രമല്ല, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന സംഭവങ്ങൾ, സിനിമയിലെ മറ്റ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള മറ്റു പല രീതിയിലുള്ള ചൂഷണങ്ങൾ, ഇതിനെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ്, നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ വിമർശനം ഉണ്ടായതാണ്. മറ്റ് സിനിമയിലെ പല ആളുകളും, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന അടക്കം ഈ വിഷയത്തിൽ വലിയ രീതിയിൽ വിമർശനവുമായി രംഗത്തെത്തിയതാണ്. ഇതേ തുടർന്നാണല്ലോ ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അന്വേഷണം തുടങ്ങിയത്, മറ്റ് നടപടികളുമായി മുന്നോട്ട് പോയത്. പക്ഷേ ഈ മാലാ പാർവതി ഇപ്പോൾ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? തനിക്കിപ്പോൾ പരാതിയില്ല, നടപടി വേണ്ട എന്ന നിലപാട് സ്വീകരിക്കാനുള്ള കാരണം എന്താണ് ഡാനി? ടോം, നടി മാലാ പാർവതി പറയുന്നത് തൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ താൻ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ പറഞ്ഞ സംഭവങ്ങളിൽ മറ്റൊരു നടപടി വേണ്ട എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. അത് അവരുടെ മാത്രമുള്ള ഒരു കാര്യങ്ങളിലാണ്. അത് പ്രത്യേകം അവർ എടുത്തു പറയുന്നുണ്ട്. അവർ മാത്രമുള്ള കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു പരാതിയിലേക്കോ മറ്റു നടപടികളിലേക്കോ പോകേണ്ടതില്ല. അതവർ വ്യക്തമാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിന് പ്രധാനമായും അവർ പറയുന്ന കാരണം, അതിൽ ആദ്യ കാരണങ്ങളിൽ ഹേമ കമ്മിറ്റി നൽകിയ ഉറപ്പ് സംബന്ധിയായ കാര്യങ്ങളിലാണ്. ഇത് തീർത്തും ഒരു പുതിയ നിയമം രൂപീകരിക്കുക, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വളരെ കോൺഫിഡൻഷ്യലായിട്ട് മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും ഇപ്പോൾ ഇതൊരു പുറത്തു വരികയോ അല്ലെങ്കിൽ ഇതിന് പുറത്ത് മറ്റ് നടപടികളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല എന്നൊരു ഉറപ്പ് ഇവർക്ക് എല്ലാവർക്കും നൽകുകയും അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ പറയുകയുമെല്ലാം തന്നെ ചെയ്തു. പക്ഷെ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ ചർച്ചകൾ, വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് അടക്കം വന്നു. സർക്കാരിന് പല രംഗത്തും ഇതിൽ ഉത്തരം പറയേണ്ട അവസ്ഥയിലേക്ക് വന്നു. എന്തുകൊണ്ട് ഇതിൽ നടപടി ഉണ്ടാകുന്നില്ല? ഇത് എല്ലാ കാലത്തും കുറ്റം തന്നെയാണ് എന്നതടക്കം പറഞ്ഞു.
ഹൈക്കോടതിയിലടക്കം ഇതിന് രൂക്ഷമായ വിമർശനങ്ങളും ചോദ്യങ്ങളും വന്നു. ഹൈക്കോടതിയിൽ പ്രത്യേക ബഞ്ച് രൂപീകരിക്കുന്ന രീതിയിലേക്ക് വന്നു. അപ്പോൾ സർക്കാർ സ്വാഭാവികമായും നിർബന്ധിതരാകുന്നു ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകാൻ. കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു, കൂടുതൽ ഇരകൾ ഉണ്ടാകുന്നു. അങ്ങനെ പുതിയ കേസുകൾ വന്നപ്പോൾ സ്വാഭാവികമായും അത് അന്വേഷിക്കുന്നതിന് ഒരു ടീം രൂപീകരിക്കേണ്ടി വന്നു. അങ്ങനെയുള്ളവരിലേക്കാണ് ഇത്തരം ഈ പരാതികൾ എന്ന് വെച്ചാൽ ഈ മൊഴിയുടെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തി പിന്നീട് അന്വേഷണ സംഘം സ്വീകരിച്ച നടപടികളുടെ ഭാഗമായി വന്നിരിക്കുന്ന കേസുകൾ. ഈ കേസുകളിലാണ് ഇപ്പോൾ മാലാ പർവ്വതി അതിൽ നിന്ന് പിന്മാറുന്നതായി പറയുന്നത്. അവർ പറയുന്നത് ഇത്രയുമാണ്, തനിക്ക് വളരെ പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ആളുകളെ പോലും ഈ കേസുമായി ബന്ധമില്ലാത്തവരെ പോലും, അതായത് തൻ്റെ പരാതി അവർക്കെതിരെയുള്ളതല്ല, പക്ഷെ മറ്റു സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം ചോദിച്ചറിയുന്നതിന് അവരെ കൂടി വിളിക്കുന്നുണ്ട്. പക്ഷെ അവർ വിളിക്കുമ്പോൾ അവരോട് വളരെ രൂക്ഷമായ ഭാഷയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. അവരത്തരം ചോദ്യങ്ങൾ നേരിടേണ്ടവരല്ല, അല്ലെങ്കിൽ അവരത്തരം കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടവരല്ല. അവർ ആ സ്ഥലത്തും പരിസരത്തും ഉണ്ടായിരുന്നവരാണ്. പക്ഷെ അവരൊരിക്കലും താൻ അവർക്കെതിരെ പരാതി പറയുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവരെ കൂടി ഇതിലേക്ക് വലിച്ചെഴുക്കുന്ന, വിളിച്ചു വരുത്തി അവരെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് ആ ഒരു ധർമ്മസങ്കടത്തിൽ നിന്നാണ്, അവരെ വാക്കിൽ പറഞ്ഞാൽ ആ ഒരു ധർമ്മസങ്കടം കൊണ്ടാണ് താൻ ഇതിൽ നിന്ന് പിൻവാങ്ങുന്നതായിട്ട് പറയുന്നത്. അത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ അവരത് ബോധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി പക്ഷെ അവരതിൻ്റെ അഭിമുഖത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് പറഞ്ഞു വരുന്നത്, ഇതിൽ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ ഇൻഡസ്ട്രിയിൽ അതിൽ സ്വാഭാവികമായും നിരവധി ഗുണഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിൽ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യും, നടപടികളിലേക്കും എല്ലാം പോകുന്നതിൻ്റെ ഒരു ആശ്വാസങ്ങളെല്ലാം തന്നെ ഈ ഇൻഡസ്ട്രിയിൽ പൊതുവിലുണ്ട് എന്നവർ പറയുമ്പോൾ കൂടിയും തൻ്റെ പരാതി നൽകിയത് അതെന്ത് അടിസ്ഥാനത്തിലായിരുന്നുവെന്നും അതിലിപ്പോൾ നടക്കുന്ന നടപടികൾ ആ പരാതിയുമായി ഒരു ബന്ധവുമില്ലാത്തവരെയാണ് ഇപ്പോൾ വിളിച്ചു വരുത്തുന്നതും അതിലുള്ള മനോവിഷമം കൊണ്ടാണ് അവർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആ പരാതിയിൽ ഇനി മുന്നോട്ട് പോകേണ്ടതില്ല, കാരണം ഈ രീതിയിലാണെങ്കിൽ അത് മുന്നോട്ട് പോകേണ്ടതില്ല എന്നതാണ് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഡാനി, നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ മാലാ പാർവതി ഉൾപ്പെടെ നിരവധി നടിമാരാണ് സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി അവർ മൊഴി നൽകിയത്. നിലവിൽ മാലാ പാർവതിക്ക് മാത്രമാണോ ഇത്തരമൊരു ആക്ഷേപമുള്ളത്? അവർ മാത്രമാണോ ഈ കോടതിയെ സമീപിച്ചത്? ഈ കേസുകളിൽ, ഈ പരാതികളിൽ നടപടി വേണ്ട എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത്? കൂടുതൽ ഇതുപോലെ പരാതിയുമായി ഹേമ കമ്മിറ്റിയെ സമീപിച്ചവർ, ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയവർക്കൊക്കെ സമാനമായ നിലപാടാണ് ഉള്ളത്? ടോം, ഇതിൽ മാലാ പാർവതി മാത്രമാണ് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി സംബന്ധിയായ കാര്യങ്ങളിൽ ഇങ്ങനെയൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. കാരണം പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മൊഴി നൽകിയവർ തങ്ങൾക്ക് പരാതിയില്ല, കേസ് ഇതിൽ ഈ രീതിയിൽ പോകണമെന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തുന്നത് സ്വാഭാവികമായും എല്ലാവരിലും തന്നെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിൽ അവർ നൽകുന്ന വിശദീകരണം അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് അവരത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായെന്ന്. മറ്റുള്ളവരുടെ ഒരു പ്രതികരണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവർക്ക് എന്ത് പറയാനുണ്ട്, അവരുടെ പരാതികൾ സംബന്ധിയായ കാര്യങ്ങളിൽ എന്താണ് അവരുടെ പ്രതികരണം എന്ന് സംബന്ധിച്ച് ഇതുവരെയും അത്തരം ആരും തന്നെയും പറഞ്ഞിട്ടില്ല. അതുമാത്രവുമല്ല, മാലാ പാർവതി വിശദീകരിക്കുന്നത് തൻ്റെ മാത്രം കാര്യമാണ്. മറ്റ് ആളുകൾക്ക് അവരുടെ പരാതിയിൽ, അവരുടെ മൊഴികളിൽ നിന്നുകൊണ്ട് കേസെടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരാണ് അത്തരം കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്. താൻ അതിലേക്ക് പോകുന്നില്ല. തനിക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ സംബന്ധിയായ കാര്യങ്ങളിലാണ് ഈ ഒരു നടപടികളടക്കം പിൻവലിക്കണം എന്നത് ആവശ്യപ്പെടുകയും ചെയ്യുന്നതെന്ന് അവർ വിശദീകരിക്കുന്നു. ഒരുപക്ഷെ നാളെ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായേക്കും. കാരണം ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല പിന്നീട് നടന്നത്. മാലാ പാർവതി തന്നെ പറയുന്നുണ്ട്, തന്നോട് പറഞ്ഞത് കൃത്യമായൊരു നിയമ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ഈ അനുഭവങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നത്. അതിൽ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നതിലൂടെ തങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇതൊരു കമ്മിറ്റിയാണ്. അപ്പോൾ അതിനു മുൻപാകെ നൽകുന്ന കാര്യങ്ങൾക്ക് രഹസ്യ സ്വഭാവം തീർച്ചയായും ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വിശ്വാസ്യതയിൽ കൂടിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇത് ആരുടെയും കയ്യിൽ നിന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു പരമാർത്ഥം. പിന്നീട് പല രീതിയിലേക്ക് അത് ചർച്ച ചെയ്യപ്പെട്ടു. അത് ഏത് രീതിയിൽ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചിരുന്നോ അങ്ങനെ ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിലേക്കുമല്ല കാര്യങ്ങൾ മാറിയത്. പിന്നീട് സർക്കാരിന് തന്നെ കേസെടുക്കാൻ നിർബന്ധിതരാകുന്ന രീതിയിലേക്ക് വന്നു. ഒരു പൊതു ചർച്ചയുടെ ഒരു ഇടമെന്ന രീതിയിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിലെ പരാമർശങ്ങൾ വന്നു. ഇപ്പോഴും അതിലെ ഭാഗങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല എന്നുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെ വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഹേമ കമ്മിറ്റിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനുമെതിരെയാണ് നടി മാലാ പാർവതി രംഗത്തെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം കടകംപള്ളി വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ കൂട്ടാവധിയെടുത്ത സംഭവമാണ്
സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത്. ഈ ജീവനക്കാർ അവധിയെടുത്തോടെ സാധാരണക്കാരായ നിരവധി ജനങ്ങളാണ് ദുരിതത്തിലായത്. ഓഫീസിലെ ദൈനംദിന കാര്യങ്ങളിൽ പ്രാദേശിക CPM നേതാക്കൾ ഇടപെടുന്നതിലുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ജീവനക്കാർ കൂട്ടവധിയെടുത്തത്. എന്നാൽ എന്തുകൊണ്ട് കൂട്ടവധിയെടുത്ത് പ്രതിഷേധം എന്ന് ചോദിച്ചാൽ ജീവനക്കാർക്ക് കൃത്യമായ മറുപടിയില്ല. വില്ലേജ് ഓഫീസിന്റെ പ്രവേശന കവാടമാണിത്. ഇവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. സാധാരണയായി അവിടെ എപ്പോഴും പ്രവൃത്തി ദിവസങ്ങളിൽ ആളുള്ളതാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഓഫീസിൽ ഇരിക്കുന്ന സ്ഥലമാണ്. മറ്റ് ഒരു കസേരകളിലും ഒരു ജീവനക്കാർ പോലും ഇന്നില്ല. എന്താണ് കാരണമെന്ന് ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന ഏക ജീവനക്കാരനും വ്യക്തമായ ഒരു വിവരമില്ല. അദ്ദേഹം നമ്മളോട് പറഞ്ഞത് അദ്ദേഹത്തോട് ഇന്നലെ വൈകിട്ട് ഇന്ന് ഇവിടേക്ക് എത്തണമെന്നൊരു നിർദ്ദേശം നൽകിയെന്ന് മാത്രമാണ്. അദ്ദേഹം എന്നോടൊപ്പം ചേരുന്നു. ഏത് ഓഫീസിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? ചെറുവയ്ക്കൽ വില്ലേജ് ഓഫീസ്. ഇവിടേക്ക് എത്താൻ എപ്പോഴാണ് നിർദ്ദേശം ലഭിച്ചത്? രാത്രി ഇങ്ങനെ വിളിച്ചു. ഇന്നലെ രാത്രിയാണ്. ആരാണ് നിർദ്ദേശം നൽകിയത്? ഡെപ്യൂട്ടി തഹസിൽദാറാണ്. HQD. എന്തെങ്കിലും കാരണം പറഞ്ഞിരുന്നു? ഇവിടെ എന്താണ് സാഹചര്യം? ലീവാണ് എന്ന് മാത്രം പറഞ്ഞു. മറ്റെന്തെങ്കിലും പ്രതിഷേധം ഇവിടെ ഉള്ളതായിട്ട് അറിയാമോ? ഒന്നും അറിയാൻ വയ്യ. അപ്പൊ ഇവിടുത്തെ പ്രവർത്തനം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. മറ്റ് സ്റ്റാഫുകളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പ്രവർത്തനം തടസ്സപ്പെട്ടതുപോലെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലാണ് സാഹചര്യം. അതായത് ഒരു കസേരകളിൽ പോലും ജീവനക്കാരില്ലാത്ത ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും ഇത് എപ്പോഴാണ് ഇങ്ങനെ ആളുകൾ എത്തുന്നില്ല, ഓഫീസിൽ സ്റ്റാഫ് ഇല്ല, നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? രാവിലെ 10 മണിക്കോട് കൂടിയിട്ട് ഇവിടെ ആളുകൾ വന്ന് പല ആവശ്യത്തിനും വേണ്ടിയിട്ട് ഇവിടെ എത്തുന്ന സമയത്താണ് വില്ലേജ് ഓഫീസിൽ പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ള നിലയിൽ ഇവിടെയുള്ള ആളുകൾ വിളിച്ചറിയിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് അന്വേഷിക്കുന്ന സമയത്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നിവിടെ കൂട്ടത്തോടു കൂടി എല്ലാ ഉദ്യോഗസ്ഥരും അവധിയെടുത്ത് പോയിരിക്കുകയാണ്. മറ്റൊരു ഉദ്യോഗസ്ഥനെ താൽക്കാലികമായി കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താ നിങ്ങളോട് പറഞ്ഞെന്താ? നിങ്ങൾ എന്താ ആവശ്യമായിട്ട് വന്നാ? ഞാൻ എൻ്റെ വീടിൻ്റെ കരമടയ്ക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇവർ പറഞ്ഞു വെച്ചാൽ ഇന്ന് ഒരു പ്രതിഷേധമായിട്ട് സ്റ്റാഫുകൾ എല്ലാവരും ഒന്ന് പണിമുടക്കുകയാണെന്നാണ് പറഞ്ഞത്. അത് പറയാനുള്ള കാര്യം വെച്ചാൽ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ വില്ലേജ് ഓഫീസറെ 1-2 ആൾക്കാർ ഇവിടെ തന്നെ CPMകാർ അവരുമായിട്ട് ചെറിയൊരു കശവിശയൊക്കെ ഉണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതിഷേധമാണെന്നാണ് ഞങ്ങൾക്ക് അറിയാനായിട്ട് സാധിച്ചത്. അങ്ങനെയാണോ പറഞ്ഞത്? ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ അത്തരത്തിലാണ് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ വില്ലേജ് ഓഫീസർക്ക് നേരെ ഉണ്ടായ ഒരു പ്രതിഷേധത്തെ തുടർന്നാണ് ഇങ്ങനെ ഈ ജീവനക്കാർ മുഴുവൻ പണിമുടക്കുന്ന അല്ലെങ്കിൽ അവധി എടുത്തുകൊണ്ട് പ്രതിഷേധ സൂചകമായി അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നതെന്ന പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്ന ആളുകൾ അടക്കം ഇപ്പോഴും ഇവിടെ കാത്തു നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഈ സർക്കാർ ജീവനക്കാർക്കും പ്രതിഷേധിക്കാം, പക്ഷേ പൊതുജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് കൃത്യമായ ഒരു നടപടികൾ ഉണ്ടാകാതെ, കാരണം വളരെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് പലരും വില്ലേജ് ഓഫീസിൽ സമീപിക്കുന്നത്. എന്നാൽ പല സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് ഈ ജീവനക്കാർ പ്രതിഷേധിച്ചത് എന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇതിൽ ഈ ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമോ? ടോം, CPM പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഈ കടകംപള്ളി വില്ലേജ് ഓഫീസറോട് ഇന്നലെ ഒരു ഭീഷണിയുടെ സ്വരത്തിലുള്ള ചില ഇടപെടലുകൾ ഉണ്ടായെന്നും സുഗമമായി ജീവനക്കാർക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് അവിടെ പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് ലഭ്യമായ പ്രതികരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇന്നലെ വൈകുന്നേരം അത്തരത്തിൽ ചില അസ്വാരസ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജീവനക്കാർ മുഴുവൻ അവിടെ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം, ലീവ് എടുത്ത് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ, അതായത് ഇങ്ങനെയൊരു പശ്ചാത്തലമുണ്ട് എന്ന് മനസ്സിലാക്കി ചെറുവക്കൽ വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരാളെ താൽക്കാലികമായി അവിടേക്ക് നിയോഗിക്കുന്ന ഒരു നടപടിയുണ്ടായി. പക്ഷേ ഒരു വ്യക്തി മാത്രം പുതുതായി അവിടേക്ക് എത്തിയത് കൊണ്ട് ദൈനംദിന ആവശ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റാൻ കഴിയുകയില്ല. അതാണ് അവിടുത്തെ പ്രവർത്തനങ്ങളാകെ താറുമാറാക്കുന്ന തരത്തിലേക്ക്, പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. സാധാരണക്കാരായ പ്രായമായ ആളുകൾ അവരുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വില്ലേജ് ഓഫീസിൽ എത്തിയത്, കരം കെട്ടാനായിട്ട് എത്തിയ ആളുകളായിരുന്നു കൂടുതൽ നമ്മൾ അവിടെ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞവർ. അവരാരും ഏറെ നേരം അവിടെ കാത്തു നിന്നിട്ടും യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് പിന്നീട് തിരികെ മടങ്ങിപ്പോകുന്ന പശ്ചാത്തലമായിരുന്നു. അവിടെയാണ് BJP ഉൾപ്പെടെയുള്ള കക്ഷികൾ ഇത് ഏറ്റെടുക്കുകയും ഓഫീസിന് മുന്നിൽ പ്രതിഷേധം റോഡ് ഉപരോധിക്കുന്ന തരത്തിലേക്ക് വരെ മാറുകയുമൊക്കെ ചെയ്ത സാഹചര്യം പിന്നീടുണ്ടായത്. എന്തായാലും റവന്യൂ മന്ത്രിയുടെ ഭാഗത്തു നിന്ന്, റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായ ഇടപെടലുണ്ടായി. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തലത്തിൽ നടപടിയെടുത്തേക്കും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട
വിശദമായ പരിശോധനകൾ നടത്താനും വേണ്ട നടപടികൾ അടിയന്തരമായി തന്നെ എടുക്കാനുള്ള നിർദ്ദേശമാണ് റവന്യൂ മന്ത്രി നൽകിയത് എന്ന വിവരങ്ങളാണ് പിന്നീട് ലഭിച്ചത്. പക്ഷേ അതായത് ഈ ജീവനക്കാർക്കെതിരെ നടപടി എടുക്കുകയാണെങ്കിൽ കൂട്ടത്തോടെ നടപടി എടുക്കേണ്ടതല്ലേ? അങ്ങനെയെങ്കിൽ പകരം എന്തെങ്കിലും സംവിധാനം റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ? നടപടിയെടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഓഫീസിന്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് സുഗമമായ നിലയിൽ തിരികെ എത്തിക്കണം എന്നൊരു നിലപാടായിരുന്നു പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക്. പക്ഷേ ഓഫീസിന്റെ പ്രവർത്തനം അങ്ങനെ തിരികെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് റോഡ് ഉപരോധിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം വഴിമാറിയത്. പക്ഷേ ഇപ്പോഴും ഓഫീസ് പ്രവർത്തനം പഴയ നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഇല്ല എങ്കിലും പ്രതിഷേധങ്ങൾ തൽക്കാലത്തേക്ക് അവസാനിച്ചു. അതായത് ഇത്തരം പ്രതിഷേധമൊക്കെ ഉണ്ടായിട്ട് വാർത്ത പുറത്തു വന്നിട്ടും ജീവനക്കാർ തിരികെ ഈ അവധി ഇപ്പോഴും അവധിയിൽ തന്നെയാണോ അതോ തിരികെ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടോ? ഇതിലൊരു സാങ്കേതികത്വമുണ്ട്. അവധിയെടുക്കാനുള്ള അവകാശം ജീവനക്കാർക്കുണ്ട്. പക്ഷേ ഓരോരുത്തരും വ്യക്തിപരമായി നൽകിയ അവധി അപേക്ഷ ഒരുമിച്ചായപ്പോൾ അത് കൂട്ടയവധിയായി മാറുകയായിരുന്നു. അതിൽ അവർ എന്തെങ്കിലും സാങ്കേതികത്വമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ അവിടെ ഉണ്ടായ ചില അസ്വാരസ്യങ്ങളാണ് ഇങ്ങനെ കൂട്ടമായി അവധിയെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ്. എന്തായാലും ഇങ്ങനെ ഇത് വാർത്തയായതിന് പിന്നാലെ ഇതിൽ കൃത്യമായി വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഓഫീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ അവർ ആലോചിച്ചതിന് ശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുക. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. ബംഗളൂരുവിൽ അസം സ്വദേശിനിയായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ മലയാളി യുവാവ് പിടിയിൽ. കണ്ണൂർ സ്വദേശി ആരവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഉത്തരേന്ത്യയിൽ നിന്നാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായത്. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ അസം സ്വദേശിനിയായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബംഗളൂരു പോലീസ് ഈ കണ്ണൂർ സ്വദേശിയായ ആരവിന് വേണ്ടി, ആൺ സുഹൃത്തിനു വേണ്ടി കണ്ണൂരിലടക്കം തെരച്ചിൽ നടത്തിയതാണ്. ഇപ്പോൾ ഇവിടെ നിന്നാണ് ഈ പ്രതിയെ ആരവിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്? ടോമെ, കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം ഉത്തരേന്ത്യയിൽ വെച്ച് ഇയാളെ കസ്റ്റഡിയിലെടുത്തു എന്നാണ്. ഇയാളെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്ന വിവരം മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അത് എവിടെ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഏതായാലും കേരളത്തിലേക്കുൾപ്പെടെ അന്വേഷണം വ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് തോട്ടടിയിലെ ഇയാളുടെ ആരവിന്റെ വീട്ടിലേക്ക് കർണാടക പോലീസ് എത്തി അന്വേഷണം നടത്തുന്ന സാഹചര്യമുണ്ട്. ഏതായാലും കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയുള്ള അതിക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. ഉത്തരേന്ത്യയിൽ നിന്നാണ് ഇയാൾ കസ്റ്റഡിയിലെടുത്തതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ അത് എവിടെ നിന്നറിയില്ല. ഏതായാലും ഈ മജിസ്ട്രിക്കിൽ ഇദ്ദേഹം ഈ പ്രതി നടന്നു പോകുന്ന ഒരു CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. ഇതാണ് നിർണായക തെളിവായത്. അതായത് ഈ ഉത്തരേന്ത്യയിലേക്കുള്ള ഒരു ട്രെയിൻ കൃത്യമായ സമയം, ആ സമയത്ത് ഈ റെയിൽവേ സ്റ്റേഷനിലൂടെ പോകുന്ന ആ ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്. എന്നാലും 23-ാം തീയതിയാണ് അതിക്രൂരമായ കൊലപാതകം നടന്നത്. പ്ലാസ്റ്റിക് കയറുപയോഗിച്ച് കഴുത്ത് മുറുക്കി, ഒപ്പം കത്തി നിരവധി തവണ കുത്തി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം. നെഞ്ചിലേറ്റ ആഴത്തിലുള്ള കുത്താണ് ഇത്തരത്തിൽ മരണകാരണമെന്നാണ് ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ളത്. എന്തായാലും 6 മാസമാണ് ഇവർ തമ്മിൽ ഒരു പ്രണയബന്ധമുണ്ടായിരുന്നത്. കണ്ണൂർ തോട്ടട സ്വദേശിയായ ആരവ് 6 മാസമായി ഈ യുവതിയുമായി അടുപ്പത്തിലായിരുന്നു. ഈ സർവീസ് അപ്പാർട്ട്മെന്റിൽ ഇന്ദിരാനഗറിലെ സർവീസ് അപ്പാർട്ട്മെന്റിൽ ഇവർ പോകുന്ന CCTV ദൃശ്യം പുറത്തു വന്നിരുന്നു. ആ CCTV ദൃശ്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒന്നും കാണാൻ കഴിയുന്നില്ല. വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ സർവീസ് അപ്പാർട്ട്മെന്റിലേക്ക് ഇവർ കയറി പോകുന്ന ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോഴും ഈ കൊലപാതകം എന്തിനാണ് നടത്തിയെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത ഇതില്ല. ഏതായാലും കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്, കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. തീർച്ചയായും ബൈജു സൂചിപ്പിച്ചതുപോലെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രതി ആരവ് തൻ്റെ കാമുകിയെ കൊലപ്പെടുത്തിയത്? പെട്ടെന്നുള്ള പ്രകോപനമാണോ അതോ മുൻവൈരാഗ്യമുണ്ടോ? ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ? തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. എന്തായാലും പ്രതി ആരവ് പിടിയിലായതോടെ പോലീസിനെ സംബന്ധിച്ച് ഇനി വളരെ എളുപ്പമാകും കാര്യങ്ങൾ. പക്ഷെ അവിടെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉടൻ തന്നെ ഒരു മറുപടി പ്രതിയിൽ നിന്നുണ്ടാകുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ പ്രതി ആരവ് പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ടോ? ബൈജു, തീർച്ചയായും അത്തരത്തിൽ പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പ്രതി അതിക്രൂരമായ ഈ കൊലപാതകം നടത്തി 36 മണിക്കൂറാണ് ഈ മൃതദേഹത്തിനൊപ്പം കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏത് സാഹചര്യത്തിലാണ് ഈ കൊലപാതകം നടത്തിയെന്നാണ് ഇനി ഏറ്റവും പ്രധാനം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം.
മലയാളിയാണ് ഈ കൊലപാതകം നടത്തിയെന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് തന്നെയാണ് ഈ കർണാടക പോലീസ് ബംഗളൂരുവിൽ അസം സ്വദേശിനിയായ യൂട്യൂബറുമായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ആൺ സുഹൃത്ത് മലയാളി യുവാവ് പിടിയിലായിരിക്കുന്നത്. കണ്ണൂർ സ്വദേശി ആരവിനെ ഉത്തരേന്ത്യയിൽ നിന്നും പിടികൂടിയെന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. ബംഗളൂരു പോലീസ് പ്രതിയെ വടക്കേന്ത്യയിൽ നിന്നും പിടികൂടി ബംഗളൂരുവിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. KV ബൈജു വീണ്ടും ചേരുന്നുണ്ട്. ബൈജു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവത്തിന് ശേഷം, ഈ കൊലപാതകത്തിന് ശേഷം 23-ാം തീയതിയാണ് ഈ യുവതിയെ ഈ ആരവ് കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ട്രെയിൻ മാർഗം തന്നെ ആയിരിക്കാം പ്രതി രക്ഷപ്പെട്ടത്. എങ്ങനെ രക്ഷപ്പെട്ടു? ഈ കഴിഞ്ഞ 5-6 ദിവസമായി ആരവ് എവിടെയായിരുന്നു? ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ പോലീസിന്? ഇത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അപ്പോഴും പോലീസ് ഇത് സംബന്ധിച്ച് പുറത്ത് വിവരങ്ങളൊന്നും ഇതുവരെ വിട്ടിട്ടില്ല. കാരണം ഈ പ്രതിയെ ബാംഗ്ലൂരിലേക്ക് എത്തിക്കാനുണ്ട്. ബാംഗ്ലൂരിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാവൂ. ആ ചോദ്യം ചെയ്യലിന് ശേഷം ഇത് സംബന്ധിച്ച് പ്രത്യേക വാർത്താ സമ്മേളനം ഉണ്ടാവും. ബാംഗ്ലൂരുവിൽ ഇത് സംബന്ധിച്ച് പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യങ്ങൾ വ്യക്തമാക്കും. എന്തായാലും ഇതിൽ ഈ ഏതെങ്കിലും തരത്തിൽ ഈ മായ ഇത്തരത്തിലൊരു തന്നെ കൊല്ലും എന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ സൂചന ഉള്ളതായി നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ ഒന്നും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ പ്രതി നേരത്തെ ആസൂത്രിതമായ ഒരു കൊലപാതകം എന്നാണ് നേരത്തെ കർണാടക പോലീസ് വ്യക്തമാക്കിയത്. അതിന് കർണാടക പോലീസ് പ്രധാനമായും പറഞ്ഞത് ഈ മുറിയിൽ നിന്നും, മൃതദേഹം കണ്ടെത്തിയ ഈ മുറിയിൽ നിന്നും പ്ലാസ്റ്റിക് കവർ, അതായത് ഇത് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക് കയർ ഓൺലൈനായി നേരത്തെ ഈ പ്രതി വാങ്ങിയിരുന്നു. അതിന്റെ ആ ബില്ല് അവിടെ നിന്നും ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം ഈ കത്തിയും, ഈ കൊല്ലാൻ ഉപയോഗിച്ച കത്തിയും അവിടെ നിന്ന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതിക്രൂരമായാണ് ഈ പ്രതി കൊലപാതകം നടത്തിയിരിക്കുന്നത്. അത്രത്തോളം ഒരു വൈരാഗ്യം ഈ മായയോട് ഉണ്ടായി എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. പക്ഷേ അത് എന്തിന് എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വേണ്ടത്. അത് തന്നെയാണ് ഇനി കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കേണ്ടത്, വിവരങ്ങൾ ലഭിക്കേണ്ടത്. എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത്, അത്രത്തോളം ഈ വൈരാഗ്യം ഇടയാക്കിയ കാരണം എന്നാണ്. ഇതിലും 6 മാസമേ ഇവർ തമ്മിൽ പരിചയപ്പെട്ടിട്ട് ആയിട്ടുള്ളൂ. 6 മാസം മാത്രമാണ് പരിചയപ്പെട്ടത്. ഈ സഹോദരി പറയുന്നത് പ്രകാരമാണെങ്കിൽ, മായയുടെ സഹോദരി പറയുന്നത് ഇവർ തമ്മിൽ 6 മാസം മാത്രമേ ഇവർ തമ്മിൽ പരിചയപ്പെട്ടിട്ടായിട്ടുള്ളൂ. അപ്പൊ ഇതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നാണ് അറിയേണ്ടത്. അത്രത്തോളം ഹീനമായ ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ മനസ്സിൽ അത്രത്തോളം പക ഉണ്ടായിരിക്കണം. അത് എന്താണെന്നാണ് അറിയേണ്ടത്. അത് കർണാടക പോലീസ് ഇതുവരെ ആ കാര്യങ്ങൾ ഒന്നും തന്നെ വിശദീകരിച്ചില്ല. ഏതായാലും പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുണ്ട് പ്രതിയെ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗളൂരുവിൽ ഇന്ന് രാത്രിയോടുകൂടി എത്തിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാവും കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്നും. ആ വാർത്താ സമ്മേളനത്തിലായിരിക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ. തീർച്ചയായും അതീവ രഹസ്യമായിട്ടായിരുന്നു ബംഗളൂരു പോലീസിന്റെ നീക്കങ്ങൾ. കേരളത്തിലെത്തി, കണ്ണൂരിലെത്തി പ്രതിയുടെ വീട്ടിലും ബന്ധുവീടുകളിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. ബന്ധുക്കളിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. ബൈജു, ഇതെങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയതെന്ന് സംബന്ധിച്ചുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. കാരണം ഇയാൾ മൊബൈൽ ഫോൺ ആ സമയം ഉപയോഗിച്ചിരുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു. എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് 5-6 ദിവസം വൈകിയെങ്കിൽ പോലും പ്രതിയിലേക്ക് പോലീസിനെത്താൻ കഴിഞ്ഞത്? ടോമെ, പ്രധാനമായും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം തന്നെയാണ് ഇതിൽ നിർണായകമായത്. ഇതിൽ ഈ സർവീസ് അപ്പാർട്ട്മെന്റിൽ ഇവർ മുറിയെടുക്കാൻ എത്തുന്ന CCTV ദൃശ്യം, അത് 23-ാം തീയതിയാണ് ഇത്തരത്തിൽ ഇവർ ഈ സർവീസ് അപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ആ ദൃശ്യമുള്ളത്. ആ ദൃശ്യത്തിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരുവരും ആ മുറിയെടുത്ത് അകത്തേക്ക് പോകുന്ന ദൃശ്യമുള്ളത്. പിന്നീട് ഇയാൾ 26-ാം തീയതിയാണ് ഈ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയതെന്നാണ് ഇതിന്റെ ഉടമകൾ പറയുന്നത്. ആ കൊലപാതകം 23-ന് രാത്രിയോ 24-ന് പുലർച്ചെയോ നടത്തിയിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നതും. അങ്ങനെയാണെങ്കിൽ 36 മണിക്കൂറോളം ഈ മൃതദേഹത്തിനൊപ്പം കഴിഞ്ഞ ഇയാൾ അവിടുന്ന് ഭക്ഷണം പോലും ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം 26-ാം തീയതി രാവിലെയാണ് ഇയാൾ ഈ മുറി വിട്ട് പുറത്തുപോയത്. എന്തായാലും അത് കഴിഞ്ഞ് മജിസ്റ്റിക്കിലുള്ള ഒരു CCTVയിലും ഇയാളുടെ ദൃശ്യം പതിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇയാൾ ട്രെയിൻ കയറി ഇവിടുന്ന് പോയിട്ടുണ്ടാവും, രക്ഷപ്പെട്ടിട്ടുണ്ടാവുന്ന നിഗമനത്തിൽ പോലീസ് എത്തുന്നത്. ആ ഒരു അന്വേഷണം അത് ഉത്തരേന്ത്യയിലേക്ക് ഇയാൾ കടന്നത് കൃത്യമായി പോലീസിന് കണ്ടെത്താൻ സാധിച്ചു. ഒപ്പം
പോലീസിന്റെ ഒരു സംഘം കേരളത്തിലെത്തി ഇവിടെയും പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തോട്ടടിയിലെ വീട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിയുമായി ചോദ്യം നിരവധി നേരത്തെ ഇവരെ പരിചയമുണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. ഒപ്പം കേരള പോലീസും ഈ അന്വേഷണത്തിൽ സഹകരിച്ചു എന്ന് വേണം പറയാൻ. എന്തായാലും വളരെ കൃത്യമായ ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്. ഉത്തരേന്ത്യയിലേക്ക് ഇയാൾ ട്രെയിൻ മാർഗം ഈ മജിസ്ട്രിക്കിൽ നിന്നും രാവിലെ 8:30 ട്രെയിനിനായിരുന്നു ഇയാൾ യാത്ര ചെയ്തിരുന്നത്. അത് കൃത്യമായി പോലീസ് കണ്ടെത്തുകയും ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമാണ്. ഏതായാലും ഇന്ന് രാത്രിയോട് കൂടിയോ നാളെ രാവിലെയോട് കൂടിയോ ഇയാളെ ബംഗളൂരുവിലെത്തിക്കും. അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം ഇത് സംബന്ധിച്ച് കൃത്യമായ വാർത്താ സമ്മേളനം വിളിച്ച് ഇതിനെ സംബന്ധിച്ചുള്ള വ്യക്തത നമുക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ബംഗളൂരുവിൽ അസം സ്വദേശിനിയായ യൂട്യൂബറെ കൊലപ്പെടുത്തിയ കേസിലാണ് ആൺ സുഹൃത്ത് മലയാളി യുവാവിന് ആരവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വടക്കേന്ത്യയിൽ നിന്നും പിടികൂടിയ പ്രതിയെ ഇന്ന് രാത്രിയോടെ ബംഗളൂരുവിൽ എത്തിക്കുമെന്നാണ് വിവരം. പല കേസുകളിലും നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട് കൊലപ്പെടുത്തി, എങ്ങനെ കൊലപ്പെടുത്തി, മറ്റ് മുൻ വൈരാഗ്യമുണ്ടായിരുന്നോ അതോ പ്രണയപ്പകയായിരുന്നോ ഈ കൊലപാതകത്തിന് കാരണം? ഇക്കാര്യങ്ങളിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉത്തരം കിട്ടുമെന്നാണ് പോലീസിൻ്റെ പ്രതീക്ഷ. പറവ ഫിലിംസ് 60 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടൻ സൗബിൻ്റെ ഓഫീസിലടക്കം വീണ്ടും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുകയാണ്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവ് തുടരുന്നു. പറവ ഫിലിംസ് 60 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തൽ. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിവരം പുറത്തുവന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട നടൻ സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്യും. സിനിമാ വിതരണ നിർമ്മാണ കമ്പനികളിൽ പരിശോധന തുടരുമെന്നും ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കി. അതിനിടെ സൗബിൻ ഷാഹിറിന്റെ വീട്ടിൽ വീണ്ടും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുകയാണ്. പറവ ഫിലിംസിന്റെ ഓഫീസായി ഉപയോഗിക്കുന്ന വീട്ടിലാണ് പരിശോധന. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, നേരത്തെ മുതൽ തന്നെ ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വരുമാനവുമായി ബന്ധപ്പെട്ടും കള്ളപ്പണ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുമൊക്കെ ആരോപണങ്ങൾ ഉയർന്നതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് ഇന്നലെ വിവിധയിടങ്ങളിൽ, അതായത് പറവ ഫിലിംസിൻ്റെ ഓഫീസിലടക്കം ഉണ്ടായത്. ഇപ്പോഴും റെയ്ഡ് തുടരുന്നു. എത്ര കോടി രൂപയുടെ ക്രമക്കേട് നടന്നു, നികുതി വെട്ടിപ്പ് നടന്നുവെന്നാണ് പ്രാഥമികമായി ആദായ നികുതി വകുപ്പ് നൽകുന്ന വിവരം. ടോമ, കഴിഞ്ഞ ദിവസം ഇന്നലെ തുടങ്ങിയ ഒരു പരിശോധന, അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നും ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെയും നടന്നു. ഇന്നിപ്പോൾ വീണ്ടും ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന തുടരുകയാണ്. അത് വലിയ രീതിയിലുള്ളൊരു ക്രമക്കേട് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ്. 40 മുതൽ 60 കോടി രൂപയുടെ വരെ ഒരു നികുതി വെട്ടിപ്പ് ഇവിടെ നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ആദായ നികുതി വകുപ്പ് തിരിച്ചുകൊണ്ട് പറയാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇതിൽ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിൻ്റെ അതിൻ്റെ ഒരു വിജയം, വലിയ രീതിയിലൊരു വിജയം നേടിയതാണ് കേരളത്തിനകത്തും പുറത്തുമായി. അതിൽ നിന്ന് നിർമ്മാതാക്കൾക്കുണ്ടായിരുന്നത് 140-ലധികം കോടി രൂപയുടെ ഒരു ലാഭം ഇതിൽ ഈ നിർമ്മാതാക്കൾക്ക് വന്നിരിക്കുന്നു. പക്ഷേ അതിൽ കൃത്യമായ രീതിയിലുള്ളൊരു ആദായ നികുതി അത് ഒടുക്കിയിട്ടില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ രേഖകളടക്കം പരിശോധിക്കുകയാണ്. കാരണം ഇതിൽ നിർമ്മാണം മുതൽ തന്നെ ഇതിൻ്റെ ഒരു വെട്ടിപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ആദായ നികുതി വകുപ്പിൻ്റെ ഒരു കണ്ടെത്തലായിട്ട് വന്നിട്ടുള്ളത്. കാരണം നിർമ്മാണ തുകയെ ചൊല്ലി തന്നെ ഈ തുടക്കം മുതൽ തന്നെ അതിൽ പരാതി ഉയർന്നിട്ടുള്ളതാണ്. ഇതിൽ നേരത്തെ ഈ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ നിർമ്മാണത്തിന് അതിലൊരു തന്നെ പങ്കാളിയാക്കാമെന്ന് പറയുകയും ആ പണം വാങ്ങുകയും പിന്നീട് അതിൻ്റെ ഒരു ലാഭവിഹിതം നൽകിയിട്ടില്ല. അതിൽ തനിക്ക് വാഗ്ദാനം ചെയ്ത ലാഭവിഹിതത്തിലേക്ക് പോലും അവരാരും നൽകിയില്ല, മറ്റ് നിർമ്മാതാക്കൾ നൽകിയില്ല, തന്നെ വഞ്ചിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെയും ഒരു പരാതി ഉയർന്നിരുന്നതാണ്. ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ED അടക്കമുള്ളവർ ഇതിൽ അന്വേഷണം നടക്കുകയും ചെയ്തതാണ്. മാത്രവുമല്ല, കള്ളപ്പണം സിനിമയിലേക്ക് കടന്നു വരുന്നു എന്നൊരു പരാതി, അത് സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് കള്ളപ്പണം ധാരാളമായി എത്തുന്നു എന്നതടക്കം ഒരു പരാതി നിലവിലുണ്ട്. ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നുണ്ട്. അത്തരം അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ഈ കാര്യങ്ങളിൽ മഞ്ഞുമ്മൽ ബോയ്സ് അടക്കമുള്ള സിനിമയുടെ വിജയം, അതിൻ്റെ നിർമ്മാണ വിതരണ കരാറുകൾ, ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നതടക്കം ED പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു തുടർ നടപടികൾ ഇപ്പോഴും തന്നെയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ കൂടി പരിശോധനയിലേക്ക്
ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ നിർമ്മാണ കമ്പനിയായ പറവ എത്തിയിരിക്കുന്നത്. മറ്റൊരു നിർമ്മാണ കമ്പനി കൂടി ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുന്നുണ്ടെന്നാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ രണ്ട് കമ്പനികൾക്കും ഒരേ വ്യക്തി തന്നെ പണം നൽകിയതായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. സിനിമാ നിർമ്മാണത്തിന് വേണ്ടി പണം നൽകിയതായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്രോതസ് അടക്കമുള്ള കാര്യങ്ങൾ കൂടി വിശദമായ രീതിയിൽ തന്നെ അന്വേഷിക്കുന്നു. അങ്ങനെ ഈ അടുത്ത സാമ്പത്തിക വിജയം നേടിയ സിനിമകളിലേക്ക് കൂടി അന്വേഷണം നീളുന്നു എന്നതടക്കം വ്യക്തമാകുന്നുണ്ട്. ഈ പലരും തന്നെ ഈ നികുതി ഒടുക്കാതിരിക്കാനായിട്ട്, നികുതി നൽകാതിരിക്കാനായിട്ട് ആദായ നികുതി വകുപ്പിനെ വെട്ടിക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള കണക്കുകളാണ് ഉണ്ടാക്കുന്നത്. പല സിനിമകൾ നഷ്ടത്തിലേക്ക് വരുന്നു എന്ന് പറയും. നിർമ്മാണ സംബന്ധിയായ കാര്യങ്ങൾ കൃത്യമായ കണക്കുകളോ കാര്യങ്ങളോ ഒന്നും നൽകാതെ അവർ മാറുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോൾ പറവ ഫിലിംസിൽ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി നടനും നിർമ്മാതാവുമായ സൗബിൻ ഷബീറിനെ അടക്കം ചോദ്യം ചെയ്യേണ്ട രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിനെ വൈകാതെ തീർച്ചയായും ഡാനി സൗബിനെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാകുമോ? മാത്രമല്ല ഈ മഞ്ഞുമൽ ബോയ്സിനെതിരെ മാത്രമല്ലല്ലോ, ഈ സമീപകാലത്ത് മലയാളത്തിലിറങ്ങിയ പല സിനിമകളിലും ഇതുപോലെ കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ട്, നികുതി വെട്ടിപ്പ് നടത്തുന്നുണ്ട് എന്ന രീതിയിലുള്ള ആരോപണങ്ങളും പരാതിയുമൊക്കെ ഉയർന്നു വന്നതാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ നിർമ്മാണ കമ്പനികളിലേക്ക് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം ഉണ്ടാകുമോ? അതിന് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയുള്ളത്. കാരണം ഇതിൽ തുടക്കം മുതൽ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്ന പോലെ ഇതിൽ പല സിനിമാ ഇൻഡസ്ട്രിയിലും, മലയാളത്തിന് പുറത്തുമുള്ള സിനിമാ ഇൻഡസ്ട്രിയിലെല്ലാം തന്നെയും ഈ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു മേഖലയായിട്ട് സിനിമയെ ഉപയോഗിക്കുന്നു. അതിൽ പലർക്കും തന്നെ കാരണം അവിടെ കണക്കുകൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, നഷ്ടങ്ങൾ വരുത്തി വയ്ക്കാൻ എളുപ്പമാണ്, അതിൽ പല രീതിയിൽ ചെലവ് കാണിക്കാൻ എളുപ്പമാണ്. അങ്ങനെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഇവിടുത്തെ ഒരു നിർമ്മാണ രീതിയെ സംബന്ധിച്ച്, പണം ചെലവഴിക്കുന്ന രീതിയെ സംബന്ധിച്ച് എല്ലായിടത്തും തന്നെയുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കൃത്യമായ രീതിയിലേക്ക് അന്വേഷണവും കാര്യങ്ങളും എല്ലാം തന്നെ പോകേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ളൊരു അന്വേഷണത്തിലേക്കടക്കം കടന്നിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ നിർമ്മാണത്തിലിരിക്കുന്ന സിനിമകൾ അതോടൊപ്പം തന്നെ ഇവിടെ സാമ്പത്തിക വിജയം നേടിയ സിനിമകൾ അതിലെ ഒരു കൃത്യമായ അതിൻ്റെ ഒരു ഗുണഭോക്താക്കൾ ആരായിരുന്നു എന്നത് സംബന്ധിച്ച്, ഇതിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് സമ്പ്രദായം സംബന്ധിച്ച് പോലും ഒരു അന്വേഷണത്തിലേക്ക് പലപ്പോഴും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് വന്നേക്കും. മറ്റു സിനിമ വിജയം നേടിയ പല സിനിമകൾ സംബന്ധിയായ കാര്യങ്ങളിലും അന്വേഷണം ഉണ്ടാകും. കൂടുതൽ ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ, നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അടക്കമുണ്ടാകും. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. പറവ ഫിലിംസിന്റെ ഓഫീസിൽ ആദായ നികുതി വകുപ്പ് ഇപ്പോഴും റെയ്ഡ് നടത്തുകയാണ്. നടൻ സൗബിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ആലപ്പുഴയിൽ അസാധാരണ അംഗവൈകല്യത്തോടെ കുട്ടി ജനിച്ചതിൽ ആരോപണ വിധേയയായ ഡോക്ടർക്കെതിരെ കൂടുതൽ പരാതി. ഡോക്ടർ പുഷ്പ എടുത്ത പ്രസവത്തിൽ കുഞ്ഞിന്റെ തോളലിനും ഞരമ്പുകളും തകർന്നതായി രക്ഷിതാക്കൾ ആരോപിക്കുന്നു. 1.5 വയസ്സുള്ള കുട്ടിയുടെ കൈ ഭാഗികമായി തളർന്ന നിലയിലാണ്. കുട്ടിയുടെ അമ്മ അശ്വതിയുടെ ചികിത്സയിലും പിഴവുണ്ടായി. സംഭവത്തിൽ ഡോക്ടർക്കെതിരെ പരാതി നൽകിയിട്ടും ആശുപത്രി അധികൃതർ തുടർ നടപടി എടുത്തില്ല. ഞാൻ ചോദിച്ചു കുഞ്ഞിന്റെ കൈക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് വാക്യൂം ഡെലിവറി എടുത്തപ്പോൾ സംഭവിച്ചാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 9-ാം മാസം. ആര് പറഞ്ഞു? അവിടുത്തെ ഡോക്ടർ. അപ്പം ഞാൻ പറഞ്ഞു 9-ാം മാസത്തെ സ്കാനിങ്ങിൽ അവന് യാതൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ എന്റെ കൈയെടുത്ത് ഞാൻ ടേബിളിൽ വെച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞു ഈ സെയിം ഇഞ്ചറി തന്നെ എനിക്കും വന്നിരിക്കുന്നത്, ബ്രേച്ചർ പ്ലക്സസ് ഇഞ്ചറി ആണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ആ ബ്രേച്ചർ പ്ലക്സസ് ഇഞ്ചറിയാണ്, എക്സ്പയർസി ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് റിക്കവർ ആവുമെന്ന് വെച്ചാൽ 3 മാസം ഇല്ല 6 മാസത്തിനുള്ളിൽ റിക്കവർ ആവുമെന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ ഇവര് നേരെ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞ് ഞാൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കേട്ടാന്ന് പറഞ്ഞു. പുഷ്പ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ നേരെ നിങ്ങളോട് പറഞ്ഞു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്നിട്ട് നേരെ എങ്ങനെ ഒടിഞ്ഞു എന്ന് അവരോട് ചോദിച്ചില്ലേ? കുട്ടിയുടെ കൈ ചോദിച്ചപ്പോൾ പറഞ്ഞ് വാക്യൂം ഡെലിവറി വഴി എടുത്തപ്പോൾ സംഭവിച്ചാണെന്നാ പറഞ്ഞു. എല്ലാ ദിവസവും കരച്ചിലും ബേളമായിരുന്നു, കരച്ചിലും ബേളമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അപ്പൊ നിങ്ങൾ WNC അന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു? റെഫർ ചെയ്തു. ഇവിടെ ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്തായിരുന്നു. ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്തപ്പോഴാണ് പറഞ്ഞത് സ്ലിംഗ് ഇടാൻ പറഞ്ഞു, കുളിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. ആദ്യം കുട്ടിയെ വാക്യൂമിൽ പുറത്തെടുത്തിട്ട് ഇവര് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് ജൂനിയർ ഡോക്ടർമാരാണ് സ്റ്റിച്ച് ഇട്ടത്. എന്നിട്ട് അവരങ്ങും പോയി. ഞാൻ അപ്പോഴത്തേക്കും ആ ലേബർ റൂമിൽ തന്നെ കിടക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നഴ്സുമാരും 1-2 സ്റ്റാഫും കൂടി ബോഡി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. ക്ലീൻ ചെയ്യാനായിട്ട് കാല് 2 കൂടി പൊക്കിയപ്പോഴത്തേക്കും താഴോട്ട് ബ്ലഡ് പോകുന്നു.
അപ്പം എനിക്ക് ഫീലായി എന്തോ നമ്മുടെ ദേഹത്തൂടി താഴോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തപ്പോഴത്തേക്ക് 1-2 നഴ്സുമാർ റൂമിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോയി അവർ വന്ന് കുറെ കോട്ടൺ എല്ലാമായിട്ട് വന്ന് ഒപ്പുന്നത് കണ്ടപ്പോൾ ഞാൻ കണ്ടു, റെഡ് കളർ കണ്ടു പഞ്ഞിക്കകത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ബ്ലഡ് ആണെന്ന് മനസ്സിലായി. ഈ പുഷ്പ ഡോക്ടറിന്റെ കൂടെ വേറൊരു മെയിൽ ഡോക്ടറും ഫീമെയിൽ ഡോക്ടറും ഉണ്ടായിരുന്നു. ആ മെയിൽ ഡോക്ടറാണ് എന്നോട് വന്ന് പറഞ്ഞത് സ്റ്റിച്ച് കുറച്ച് കൂടുതലുണ്ട്, അത് ഞങ്ങൾ ഇടത്തില്ല, മെയിൻ ഡോക്ടറെ അത് ഇടത്തുള്ളൂ, ഡോക്ടർ വീട്ടിൽ പോയിരിക്കുവാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വരും, എന്നിട്ട് ആ സ്റ്റിച്ച് ഇടുമെന്ന് പറഞ്ഞത്. അതേസമയം ഇന്നലെ പുറത്തു വന്ന പരാതിയിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങി. വിശദമായ അന്വേഷണത്തിന് ആരോഗ്യ അഡീഷണൽ ഡയറക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംഘം വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തി. കുഞ്ഞിനെ വിദഗ്ധ സംഘം പരിശോധിച്ചു. കുട്ടിയുടെ ചികിത്സ ഏറ്റെടുക്കുമെന്ന് തിരുവനന്തപുരത്തു നിന്നുള്ള സംഘം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ ഇടപെടലിൽ തൃപ്തി എന്നാണ് കുഞ്ഞിന്റെ പിതാവ് അനീഷ് പറഞ്ഞത്. അവർ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനമായിട്ട് തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസമുള്ളത്. തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് ഞാനൊരു സാധാരണക്കാരനാണ്. എന്നെ സംബന്ധിച്ച് ഈ ചികിത്സയായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശരണ്യ, ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഡോക്ടർ പുഷ്പയുടെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ ഉണ്ടായത്. ഈ കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള കാര്യം കുട്ടിയുടെ തുടർ ചികിത്സ ഏറ്റെടുക്കാമെന്ന ആരോഗ്യവകുപ്പിന്റെ ഉറപ്പാണ്. പക്ഷേ ഇപ്പോഴും ഈ ഡോക്ടർ പുഷ്പ ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ അടിക്കടി ഉണ്ടായിട്ടും അവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇപ്പോഴും അവർ സർവീസിൽ തുടരുകയാണോ? ടോം, ഡോക്ടർ പുഷ്പയ്ക്കെതിരെ മറ്റൊരു നടപടിയിലേക്കും ഇതുവരെ ആരോഗ്യ വകുപ്പ് നീങ്ങിയിട്ടില്ല. ഇന്ന് എത്തിയ ആരോഗ്യ വകുപ്പിന്റെ സംഘം പോലും വ്യക്തമാക്കുന്നത് അവർ ഈ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്നുള്ളതാണ്. നമുക്കറിയാം 4 ഡോക്ടർമാർക്കെതിരെയാണ് ഈ നവജാത ശിശുവിന് അംഗവൈകല്യം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ സൗത്ത് പോലീസ് കേസെടുത്തത്. ഈ കേസിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഡോക്ടർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് KGMO രംഗത്ത് വന്നിരുന്നു. അവർ പറയുന്നൊരു കാര്യം, ഇത് ഈ സ്കാനിങ്ങുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നവജാത ശിശുവിന് വൈകല്യം സംഭവിച്ചതുമായി ബന്ധപ്പെട്ടോ ഡോക്ടർമാർക്ക് പിഴവുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ പ്രധാന അസോസിയേഷൻ തന്നെ ഡോക്ടർമാർക്ക് പിന്തുണയുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ, അതായത് കൂടുതൽ പരാതികൾ ഇപ്പോൾ ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട കുട്ടിയുടെയൊക്കെ അവസ്ഥ അതീവ ദയനീയമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം റെയിൽവേ സ്റ്റേഷൻ സ്വദേശികളായ വിഷ്ണുവിൻ്റെയും അശ്വതിയുടെയും 1.5 വയസ്സുള്ള കുഞ്ഞിനെയാണ് നമ്മൾ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടത്. കുഞ്ഞിനെ വാക്വം ചെയ്ത് പുറത്തേക്ക്, ഡോക്ടർ പുഷ്പ തന്നെയായിരുന്നു അന്ന് ഡെലിവറി എടുത്തിരുന്നത്, അവർ വാക്വം ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നതിനിടയിൽ ഷോൾഡർ ബോണിനോട് ചേർന്നിട്ടുള്ള നാഡികൾ കുട്ടിയുടെ വലിഞ്ഞു പൊട്ടിപ്പോയി എന്നുള്ളതാണ്. അതായത് ഈ കുഞ്ഞിനെ പുറത്തേക്ക് എടുത്ത് അന്ന് തന്നെ വണ്ടാനത്തേക്ക് റെഫർ ചെയ്തിരുന്നു. കൈക്ക് ഒടിവ് ഉണ്ടായിട്ടുണ്ട്. അതായത് ആദ്യം തന്നെ കൈ സ്വാധീനമില്ലാത്ത പോലെയായിരുന്നു കുഞ്ഞിന്റെ ഇടത് കൈ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ കൈക്ക് കുട്ടി നിരങ്ങാൻ തുടങ്ങിയപ്പോൾ ഈ കൈ കുഞ്ഞ് ഉപയോഗിക്കാതായി തുടങ്ങി. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൂടുതൽ ഗൗരവം മനസ്സിലാക്കുകയും കുടുംബം ചികിത്സയ്ക്കായി കുട്ടിയെ കൊണ്ടുപോവുകയും ചെയ്തത്. അതിൽ തന്നെ ചികിത്സാ രേഖകൾ വ്യക്തമാക്കുന്നത് കുഞ്ഞിനെ പ്രസവ സമയത്ത് വാക്വം ചെയ്തെടുത്തതിനെ തുടർന്ന് ഉണ്ടായ ബ്രാച്ചിൽ നാഡികൾ അതിന് ക്ഷതം സംഭവിക്കുകയും ആ നാഡി ഞരമ്പുകൾ വലിഞ്ഞു പോവുകയും ആ ഷോൾഡർ ബോണിന് പ്രശ്നം വരികയും ചെയ്തതാണ് കുഞ്ഞിൻ്റെ കൈ തളർന്നു പോകാൻ കാരണമെന്നാണ്. ഭാഗികമായി മാത്രമേ ആ കുഞ്ഞിനിപ്പോൾ കൈ ഉപയോഗിക്കാനായി കഴിയൂ. അങ്ങനെ 1.5 വയസ്സുകാരൻ വിഹാൻ ഇതിന്റെ ഒരു ഇരയായാണ് ഇന്നലെ ഇത്തരത്തിൽ പുതിയ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. വിഹാന്റെ അച്ഛൻ വിഷ്ണുവും ഒപ്പം തന്നെ അമ്മയും അശ്വതിയും പറഞ്ഞത് പല തവണ ഇവർ ഈ ഡോക്ടർക്കെതിരെ പരാതിയുമായി ആശുപത്രിയിൽ എത്തിയെന്നുള്ളതാണ്. പക്ഷേ മെഡിക്കൽ ബോർഡ് കൂടണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ കോയമ്പത്തൂർ വരെ കുഞ്ഞിന് ചികിത്സയുമായി പോകേണ്ട അവസ്ഥയാണ്. കുട്ടിയുടെ ഒരു സൈഡ് മുഴുവൻ ബെൽറ്റ് ഉൾപ്പെടെയുള്ള സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല മസിൽസ് ലൂസ് ആകുന്നതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ഇഞ്ചക്ഷനാണ് കുഞ്ഞിന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കൈ ശോഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഈ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കുമ്പോൾ പോലും നമുക്ക് ഏറ്റവും ഇതിനകത്ത് കളവ് നടന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്നത് ആ ഒരു ഡിസ്ചാർജ് സമ്മറിയാണ്. അതായത് കുട്ടിയുടേതായ ഒരു ഡിസ്ചാർജ് സമ്മറി ആശുപത്രിയിൽ നിന്ന് നൽകിയിരിക്കുന്നതിനകത്ത് ഈ കുഞ്ഞിനെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തതോ അല്ലെങ്കിൽ ഈ ന്യൂബോൺ ബേബിക്ക് ഇത്തരത്തിലൊരു കൈക്ക് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായിരുന്നതോ ഞരമ്പുകൾക്ക് പ്രശ്നമുണ്ടായിരുന്നതെന്ന് സംബന്ധിച്ച് യാതൊരുവിധ രേഖകളും ആ WRC ആശുപത്രിയിൽ നിന്ന് നൽകിയ
ഡിസ്ചാർജ് സമ്മറിയിൽ ഇല്ല എന്നുള്ളതാണ്. അത് തന്നെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഇതിനകത്ത് ഏറ്റവും വലിയ കള്ളത്തരം അല്ലെങ്കിൽ ഒത്തുകളി ഡോക്ടറിന് വേണ്ടി നടന്നിട്ടുണ്ട് ശരണ്യ, അത് തന്നെയാണ് ശരണ്യ എന്നുള്ളതാണ്. സൂചിപ്പിച്ചതുപോലെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ. ശരണി തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെ കുറിച്ച് നിരവധി വാർത്തകൾ ചെയ്തതാണ്. ചികിത്സാ പിഴവ് മൂലം രോഗികൾ മരിച്ച സംഭവം അടക്കം ഒരു കേസിൽ പോലും ഒരു പരാതിയിൽ പോലും നടപടി ഉണ്ടായതായിട്ട് അറിവില്ല. ആരാണ് ഡോക്ടർ പുഷ്പയെ പോലെ ഇതുപോലെ മനുഷ്യജീവന് വെല്ലുവിളി ഉയർത്തുന്ന രീതിയിൽ ചികിത്സിക്കുന്ന, മനുഷ്യജീവന് തന്നെ വെല്ലുവിളിയാകുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടും ആരാണ് ഇവരെ, ഈ ഡോക്ടർ പുഷ്പയെ പോലുള്ള ഡോക്ടർമാരെ സംരക്ഷിക്കുന്നത്? ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഡോക്ടർ പുഷ്പയെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ കുറഞ്ഞ പൈസയ്ക്ക്, അതായത് 100 രൂപ വാങ്ങിയാണ് പേഷ്യന്റിനെ നോക്കുന്നത് എന്നുള്ളതാണ്. അതിന് പക്ഷേ ഈ ഗർഭിണികളായി എത്തുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ നഴ്സുമാരോടൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അവർ നമ്മളോട് സ്വകാര്യമായി പറയാറുണ്ട്. അതായത് അവിടെ എത്തുന്ന പേഷ്യൻസിന്റെ എണ്ണം എത്രയാണെന്ന് പോലും ഇവർക്ക് അറിയില്ല. ആരൊക്കെയാണ് വന്നത് എന്ന് പോലും ഡോക്ടർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരേ സമയം ഒരുപാട് പേഷ്യൻസ് ഡെലിവറിക്കായോ അല്ലെങ്കിൽ മറ്റ് ചികിത്സയ്ക്കായോ എത്തുകയും ഈ പേഷ്യൻസിന്റെ എല്ലാ ഡോക്യുമെന്റ്സും പോലും കൃത്യമായി ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. അത്തരത്തിലൊരു ഹൈ റിസ്ക് ഈ ഒരു കേസിനകത്ത് അവിടെ ആശുപത്രിക്കുള്ളിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് മറ്റ് ഡോക്ടർമാർക്കാർക്കും ഇത്തരത്തിലൊരു പ്രതിസന്ധിയില്ല. പക്ഷേ ഇവരുടെ കേസിൽ അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് കയറി ഒരുപാട് പേരെ സ്വകാര്യമായും ചികിത്സിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ആളുകൾ വന്ന് കയറുമ്പോൾ വരുന്ന കേസുകളുടെ കൃത്യമായ വിശകലനം ഇവരുടെ കയ്യിലില്ല. നമുക്ക് ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പുറത്തു കൊണ്ടുവന്ന ഒരു കേസായിരുന്നു. അതായത് തലനാരിഴയ്ക്ക് ഈ WNC ആശുപത്രിയിൽ ചികിത്സ നേടി ഡോക്ടർ പുഷ്പയുടേതായി ചികിത്സ നേടി പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു പെൺകുട്ടി, കുട്ടനാട്ടുകാരിയുടെ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്നും സംഭവിച്ചത് ഇതുപോലെ തന്നെയാണ്. ഇവർക്ക് കേസുകളെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ പോലും ഉണ്ടാവാത്ത രീതിയിലാണ് ഇത്തരത്തിൽ ആളുകളെ നോക്കുന്നത് എന്നുള്ളതാണ് അന്നും ആ പരാതിക്കാരി പറഞ്ഞിരുന്നത്. അവർക്കും ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഹൃദയസ്തംഭനം ഉണ്ടായി. അതായത് 3 കേസുകൾ നമ്മൾ ഈ ഡോക്ടർ പുഷ്പയുമായി ബന്ധപ്പെട്ട് ഹൃദയസ്തംഭനം ഉണ്ടായി മരണപ്പെട്ട 2 കേസുകൾ മരണപ്പെട്ടു. ഒരെണ്ണം ഈ പറഞ്ഞ കുട്ടനാട്ടുകാരി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് തിരിച്ചു വരികയും ചെയ്തു. ആ കേസുകളിലെല്ലാം തന്നെ ഈ പ്രതിസ്ഥാനത്ത് ഈ ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വളരെ പ്രഹസനമായി തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം എന്ന് പറയാം. നമ്മൾ ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്ന ഘട്ടത്തിലും മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുന്നു, തിരുവനന്തപുരത്ത് നിന്ന് സംഘമെത്തുന്നു. പക്ഷെ ഒരു കേസിൽ പോലും ജെനുവിനായ അല്ലെങ്കിൽ പ്രഹസനം മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന. ആരോപണ വിധേയായ ഡോക്ടർക്കെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നു വന്നിട്ടും ഡോക്ടർ പുഷ്പയ്ക്കെതിരെ ഇതുവരെയും യാതൊരു നടപടിയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.